യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ. എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആമേൻ. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വരും. ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്നോട് ഞാൻ ചേർക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ എന്നോടുകൂടെ ചേർക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്ക് ശ്രദ്ധിക്കണമേ. ഞാൻ പിന്നെയും വരും. അതിൻ്റെ അർത്ഥം അവൻ നേരത്തെ വന്നു. ഒന്നാമത്തെ വരവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെയും വരും. താൻ പോകുന്നു. പോയിട്ട് ഞാൻ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയുടെ ഏക പ്രത്യാശ ഇതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. വേഗം വരും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധാരാളം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ ഇങ്ങോട്ട് വേദപുസ്തകം മൊത്തവും ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. നമ്മൾ ഒരുപാട് കഥയൊക്കെ പഠിക്കാറുണ്ട്. ദാവീദും ഗോലിയാത്തും ഒക്കെ, അതൊക്കെ ചരിത്രമാ. അത് അന്നത്തെ സംഭവങ്ങളാ. ദൈവം ഇസ്രായേലിനെ നടത്തിയ വിധങ്ങളാ. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു റൂട്ട് കിടപ്പുണ്ട്. ഉൽപ്പത്തി 3:15 മുതൽ എല്ലാ പുസ്തകത്തിലും ക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ആ പുതിയ നിയമം ഫോക്കസ് ചെയ്താ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പുതിയ നിയമ വിശ്വാസികളെല്ലാം പഴയ നിയമത്തോട് നോക്കി നിൽക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകം വളരെ പഠിക്കാൻ എളുപ്പമാണ്. കഥയൊക്കെ, സംഭവം, ചരിത്രമൊക്കെയാ. അതുകൊണ്ട് ഒത്തിരി പേര് പഴയ നിയമം പഠിക്കും. പഴയ നിയമം വേണ്ടെന്നല്ല. പഴയ നിയമമാണ് പുതിയ നിയമത്തിൻ്റെ ബേസ്, ഫൗണ്ടേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമത്തെ സംഭവങ്ങളെ പ്രൂഫ് ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ട് പഴയ നിയമം വേണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ അകത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം, ഒരു ദൈവപുരുഷൻ ക്രിസ്തുവിനെ കുറിച്ചാ. ഹല്ലേലൂയ. ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. പ്രവചനമാ. ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ എന്തുവാ? ദൈവം നമ്മോടുകൂടെയാ. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. ആ ദൈവം, യോഹന്നാൻ 1:14 വാക്യം, ആ വചനം ജഡമെടുത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒരു മനുഷ്യനായി ഈ താണലോകത്തിൽ അവൻ ഇറങ്ങി വന്നു. ഇന്നലെ നമ്മൾ പഠിച്ചു. സ്തോത്രം. മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ യാഗമായി അർപ്പിച്ചു കാൽവരി ക്രൂശിൽ. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്ന, ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ പിതാവ് സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെയോ സ്നേഹിച്ചെന്നല്ല, നിങ്ങളെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെയും എന്നെയും സ്നേഹിച്ചത് കൊണ്ടാ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരെ സ്നേഹിച്ചുവോ, ദൈവം ആരെ വിളിച്ചുവോ, ദൈവം ആരെ തിരഞ്ഞെടുത്തുവോ അവരെ
എല്ലാവരെയും എത്ര കാറ്റടിച്ചാലും, എത്ര സുനാമി വന്നാലും, എത്ര പ്രതികൂലം വന്നാലും അതിൻ്റെ മധ്യേ അവരെ നിലനിർത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബ്രദർ ജോയ് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, ദൈവം എന്തൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ കാക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയെ ഭൂമിയിലേക്ക് അയച്ചു. ആ മോശ ജനിച്ച സമയത്ത് മിസ്രൈമിലെ രാജകൽപ്പനയാ, എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണം, ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലണം. പ്രൈസ് ദി ലോർഡ്. മോശയെ ഉദ്ദേശിച്ചാ കൊണ്ടുവന്ന്. ആ മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. ആ തിരഞ്ഞെടുക്കപ്പെട്ട മോശയെ മാത്രം കൊല്ലാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഒത്തിരി ആൺകുഞ്ഞുങ്ങളെ അവരെന്ത് ചെയ്തു? കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഇല്ലയോ? ആ മോശയെ കൊട്ടാരത്തിൽ ആര് കൊല്ലണമെന്ന് വിളിച്ചോ അവരുടെ കയ്യിൽ തന്നെ കൊടുത്ത് വളർത്താൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവകൃപ ഉള്ളത് കൊണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുകയാണ്. ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ പലരും പ്രവചിച്ചതും പലരും പറഞ്ഞതും അടയാളങ്ങളൊക്കെയും നിരത്തി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം, മർക്കോസിന്റെ 13-ാം അധ്യായം, ലൂക്കോസിന്റെ 21-ാം അധ്യായം, ഈ 3 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വ്യക്തമായി യേശു പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ ഈ ആത്മീയ കോളത്തെ വിചാരിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നും, ഒന്ന് പൊട്ടിക്കരഞ്ഞാലോ. എനിക്കത്ര വേദനയുണ്ട്. ജനം ചതിക്കപ്പെടുകയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒന്നാമത്തെ അടയാളം. നിങ്ങൾ പള്ളിയിൽ പോകുന്നതായിരിക്കും, ക്രിസ്തീയ പേര് കാണും, ഏത് സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടവൻ്റെ ക്വാളിറ്റി എന്താണ്? അവൻ്റെ ആത്മീക റേഞ്ച് എന്താണ് അറിയാമോ? ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉള്ളവനെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 ദിവസം കൂടെ കഴിയുമ്പോൾ ക്രിസ്മസാ. എന്ത് ആഘോഷം എന്നറിയാമോ? എന്ത് ബഹളം എന്നറിയാമോ? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ദേഷ്യം വരും. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നവർ യേശുവിൻ്റെ രണ്ടാം വരവിന് എത്ര പ്രാധാന്യം കൊടുക്കണം? അതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല, അതിനെക്കുറിച്ചുള്ളൊരു ബോധം പോലുമില്ല. അതുകൊണ്ട് ഞാൻ ഈ സഭയെ നോക്കുമ്പോൾ, ആത്മീയ കോളത്ത് നോക്കുമ്പോൾ എനിക്ക് കൂടെ തോന്നും, ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞാലൊരു സമാധാനം ഉണ്ടാകുമോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിനിവോ പട്ടണം നശിക്കും. ആമേൻ. യോനയോട് പറഞ്ഞു, നീ പോയി പ്രവചിക്ക്, 40 ദിവസം മാത്രമുണ്ട്, പോയി ഒന്ന് പറ ആ ജനത്തോട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനിവോ പട്ടണത്തിന് വേറൊരു പേരുണ്ട്, അറിയാമോ? എന്തുവോ? രക്തപട്ടണമെന്ന. അത്രയും പാപം നിറഞ്ഞ ലോകം. ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു, ഡേറ്റം കുറിച്ചു. 40 ദിവസമുണ്ട്. യോനയെ ഒരിക്കൽ കൂടി പോയി പറ. 40 ദിവസമുണ്ട്, ഒരിക്കൽ കൂടി പോയി പറ. കരുണയുള്ള ദൈവം, നമുക്ക് നാശം സംഭവിക്കരുതെന്ന് അവൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ ആഗ്രഹം അവസാന നിമിഷമെങ്കിലും ഇവൻ മടങ്ങി യേശുവേ എന്ന് വരുമെങ്കിൽ അവനെ തൂക്കിയെടുക്കാമെന്ന് അവൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 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 ചിലരുടെ തീരുമാനം എങ്ങനെ? ചത്താലും പെന്തക്കോസ്തിൽ പോകരുത്. കാരണം എന്തോ? അവർ മാനസാന്തരപ്പെടാൻ പറയും, സ്നാനപ്പെടാൻ പറയും. ആമേ. സ്തോത്രം. ഒരുപാട് കഠിന ഉപദേശങ്ങളാണ്. പ്രിയമുള്ളവരെ, നിങ്ങളാഴമായി ദൈവവചനം അറിയാത്തതുകൊണ്ട്, നിങ്ങൾ ആത്മീക സത്യങ്ങൾ അറിയാത്തതുകൊണ്ട്, ആമേ സ്തോത്രം, നിങ്ങൾക്കതിൽ ഒരു കുഴപ്പമില്ല.
പക്ഷേ ഞാൻ കൂടെ കൂടെ കരഞ്ഞു പോകുന്ന അനുഭവമുണ്ട്. ഈ ജനത്തിന് എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? ഇന്ന് രാത്രി ഇത്ര പേരോട് എനിക്ക് വിളിച്ചു പറയാനല്ലാതെ എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? ഞാനിപ്പോഴും ആശ്രയിക്കും, ദൈവമേ ഈ ജനത്തെ കൈവിടല്ലേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കുടുംബത്തിലെ പ്രതികൂലങ്ങൾ മാറാത്ത, പ്രശ്നങ്ങൾ മാറാത്ത കാര്യം എന്തെന്നറിയാമോ? ഈ ഇടയ്ക്ക് ഒരു ചെക്കൻ അപ്പനെ നോക്കി ചോദിച്ചു, അപ്പാ ഇത്രയും വർഷം നമ്മൾ പള്ളിയിൽ പോയി ആരാധിച്ചു, എന്ത് കിട്ടി? ഇനി ഞാൻ വരത്തില്ല. ഇപ്പം കയ്യിൽ വളയും അടിച്ച് പച്ചയും കുത്തി മുടിയും വളർത്തി അങ്ങനെ ഒരു പരിധി നടക്കും. പെന്തക്കോസ്തുകാരനാ. പ്രൈസ് ദി ലോർഡ്. എന്നോടവൻ ചോദിച്ചില്ല, മക്കളെ പുതിയ നിയമത്തിൽ 1050 കൽപ്പനയുണ്ട്, നീ എത്ര അനുസരിച്ചു? പുതിയ നിയമത്തിൽ 1050 കൽപ്പനയുണ്ട്, നീ എത്ര അനുസരിച്ചു? പള്ളി പോയാൽ മാത്രം മതി അനുഗ്രഹിക്കപ്പെടുമെന്ന് ആര് പറഞ്ഞു? പള്ളിയിൽ പോയാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ശുശ്രൂഷയ്ക്ക് കീഴടങ്ങണം. പള്ളി പോയിട്ട് വരാനല്ല, പള്ളി പോയിട്ട് വരല്ല. ഓരോ ദിവസവും ആരാധനയ്ക്ക് പോയാൽ ശുശ്രൂഷനെ കണ്ട് സ്തോത്രം പറയാതെ മടങ്ങരുത്. ആശീർവാദം പറയുമ്പോൾ ആമേൻ പറയാതെ അവിടെ നിന്ന് മടങ്ങരുത്. ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പം സഭയെല്ലാം ചന്ത പോലെ ആയി, തോന്നും പോലെ വരാൻ, തോന്നും പോലെ പോകാം. അതുകൊണ്ടാ എവിടെ നിയമം? എവിടെ നിയമം? സഭയിലുമില്ല, കുടുംബത്തിലുമില്ല. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ല. ഓക്കെ, ശരിയാ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ പുതുക്കി പണിതവൻ 6 ദിവസം കൊണ്ട് ഓരോ ദിവസവും ഓരോന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വിധാനമുണ്ടായി. കടലും കരയും ഉണ്ടാകട്ടെ, മരവും ചെടിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായി. ഓരോ ദിവസവും അവൻ ഓരോന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. എങ്ങനെ അത് ഉളവായി? വചനത്താൽ. വചനം ജീവനും ചൈതന്യമുള്ളതാ. ഓരോ വചനങ്ങളും സൃഷ്ടിക്കുവാൻ ശക്തിയുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവവചനത്തിന് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ ഇത്രയും കേട്ടിട്ട് നമ്മളിലൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടാകത്തില്ല. കാര്യം എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട്. ആമേൻ. മനസ്സിലായോ? കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ആമേൻ. സിനിമ കാണുന്ന പോലെ പോയിട്ട് വരികയല്ല, മൂവി കണ്ടിട്ട് വരുന്നത് പോലെയല്ല. കേൾക്കുന്ന വചനത്തിന് ആമേൻ പറയണം. പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ ശീലമില്ല. നമ്മൾ ശരിക്കും അതിന്റെ നിയമങ്ങൾ അറിഞ്ഞിട്ടില്ല, ആരും പഠിപ്പിച്ചില്ല. കൂട്ടത്തിൽ പോയി ഇരുന്നിട്ട് വരിക. വചനം എപ്പോ തൊടുന്നുവോ, വചനം എപ്പോ ഗ്രഹിക്കുന്നുവോ, വചനം എപ്പോ മനസ്സിലായോ അപ്പോൾ പറയുക ആമേൻ. ഇസ്രായേൽ ജനങ്ങൾക്ക് മോശ ദൈവത്തിൽ നിന്ന് പ്രമാണം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഓരോന്ന് വായിച്ച് കേൾപ്പിക്കും. ഓരോന്ന് വായിച്ച് കേൾക്കുമ്പോൾ ജനം എന്തു പറയും? ആമേൻ. ആമേൻ എന്ന് വെച്ചാൽ എന്തുവാ? അങ്ങനെ ആകട്ടെ, അങ്ങനെ ചെയ്തോളാം, ഓക്കെ ഇല്ലയോ? ഏറ്റെടുക്കുക. ആമേൻ പറയണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ആശീർവാദം പറഞ്ഞാൽ പോലും ആമേൻ പറയാത്തവരുണ്ട്. ആശീർവാദം പറഞ്ഞാൽ പോലും ആമേൻ പറയത്തില്ല. വാക്തത്വം കേട്ടാൽ ആമേൻ പറയത്തില്ല. വളരെ മനോഹരമായ ഒരു വാക്തത്വം ഇന്ന് കേട്ടു നമ്മൾ. ഇന്നലെ ഞാനത് പറയുവാനിടയായി. 1 യോഹന്നാൻ 2:25 നിത്യജീവനെ നൽകുമെന്ന് തന്നെയാണ് അവൻ്റെ. അതാ ഏറ്റവും ടോപ്പ് ബൈബിളിലുള്ള
നമുക്ക് ടോപ്പ് എന്താ? നിന്റെ ശത്രുവിടെ തല ഞാൻ തകർക്കും, നിന്റെ വാലല്ല തലയാക്കും. അങ്ങനെ പറഞ്ഞു നോക്ക്. തുള്ളിച്ചാടി ഹല്ലേലൂയ പറയും. നിനക്ക് നിത്യജീവൻ തരുമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. വളരെ ശ്രദ്ധിക്കുക. ഓരോന്നും വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ നമുക്ക് നേരെ വരുന്ന ആ വചനം ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുകയും ആ വചനം നിങ്ങളുടെ വിശ്വാസമായി പരിണമിക്കുന്നെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ? ഉപകാരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 6 വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങളിൽ ഒരുത്തന് എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ അവർ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ചിന്തിക്കുക പോലും വേണ്ടതാ. വചനത്തിൽ സംശയിക്കുന്നവൻ, വചനം ഏറ്റെടുക്കാൻ കഴിയാത്തവൻ വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഒന്നും കേട്ടാത്തി. വല്ലതും കിട്ടണമെങ്കിൽ ആമേൻ നിങ്ങൾ മാർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം. മർക്കോസ് 9:23 വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യം. വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ അവർ തങ്ങളെ അന്യരും പരദേശികളും എന്ന് പറഞ്ഞു. ലോകമോഹമില്ലാത്തവരായി ജീവിച്ചു. അവരുടെ മൊത്തം ലക്ഷ്യവും യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവാ. വേദപുസ്തകത്തിലെ ധാരാളം ഉപമകൾ, ധാരാളം വിഷയത്തിൽ കൂടി യേശു തൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞു. 10 കന്യകകളുടെ കാത്തിരിപ്പ് അത് നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. താലന്ത് കൊടുത്തു. ഒരുത്തൻ 5 കൊടുത്തു, ഒരുത്തന് 2 കൊടുത്തു, ഒരുത്തന് 1 കൊടുത്തു. വീണ്ടും അവൻ കണക്ക് ചോദിക്കുന്നവനായി മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരുടെ കയ്യിൽ കൊടുത്തുവോ, എത്ര കൊടുത്തുവോ അതിൻ്റെ കണക്ക് ചോദിക്കുന്നവനായി വരും. ഒരു കാര്യം പറയട്ടെ, താലന്ത് ലഭിക്കാത്ത ഒരുത്തൻ ഇതിൻ്റെ അകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒന്നുപോലെയല്ല. വരങ്ങളിൽ വ്യത്യാസമുണ്ട്, വേലയിൽ വ്യത്യാസമുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെ പുറകെയും പ്രവർത്തിക്കുന്ന ദൈവമൊരുത്തൻ, ദൈവത്തിൻ്റെ ആത്മാവെന്ന. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്കും ഓരോ നിലയിലുള്ള താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് താലന്ത് കുഴിച്ചിടുന്നവരാ. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 2 പത്രോസ് 1:10 സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ താലന്ത് എന്താണോ അത് ഉപയോഗിക്കണം, കുഴിച്ചിടരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാടിയ സഹോദരിമാർ നിങ്ങളും ശ്രദ്ധിക്കുക. ഒരു ചുമ്മാ പാട്ടുകാരെന്ന് പാടിയിട്ട് പോകുകയല്ല. ആ പാട്ടിൻ്റെ പുറകെ ദാവീദ് കിന്നരം വായിച്ച് പാടിയപ്പോഴാണ് ശൗലിൻ്റെ അകത്തിരുന്ന ഭൂതം പുറത്തു പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശുശ്രൂഷ നന്നായി ചെയ്തോളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം കേട്ടവർ
ആമേ ആമേ ദൈവത്തെ സ്തുതിച്ച് പാട്ട് കേട്ടവർ പൗലോസും ശീലോസും സ്തുതിച്ച് പാടിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഒരു ശുശ്രൂഷയും ചെറുതല്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം ഇവിടെ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു കൃപയാണ്. അതിനും ഒരു താലന്ത് വേണം. എല്ലാവരെ കൊണ്ടും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും ചെറുതല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നാമം നിമിത്തം ഒരു ഗ്ലാസ് വെള്ളം മാത്രം കൊടുക്കുന്നു എങ്കിൽ അതിന് പ്രതിഫലം ഇല്ലാതെ പോകുകയില്ല. തക്കതായ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും, ചെറുതായാലും വലുതായാലും, എല്ലാവരും ദൈവസഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. പോയി വരുന്നതല്ല. നിങ്ങൾ സഭയിൽ എന്തോ, ഞാനാ പായിടുന്നത്, ഞാനാ ക്ലീൻ ചെയ്യുന്നത്, ഇല്ലയോ, ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യുന്നത്, ഞാൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഞാൻ കൊയറിലെയാ, ഇല്ലയോ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കണം. കാരണം കർത്താവ് വരും. അവൻ വരുന്നത് എന്തിനെന്നറിയാമോ? ആമേ, സ്തോത്രം. ആമേ, വെളിപ്പാട് പുസ്തകത്തിലെ 22-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ, അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. അവന്റെ പ്രവൃത്തിക്ക് തക്കതായി കൊടുക്കുവാൻ, പ്രതിഫലം കൊടുപ്പാൻ യേശു വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭ എന്തിനെന്നറിയാമോ? സഭയെ നമ്മൾ സഭയ്ക്കകത്ത് കയറി പോകുന്നത് പലർക്കും അറിയത്തില്ല. എന്തിനാ സഭയ്ക്ക് പോകുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2:47 പറയുന്നു, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. സഭയിൽ 5 വിധമായ ശുശ്രൂഷകന്മാരെയും ആക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. ചടങ്ങിന് പള്ളിയിൽ പോയിട്ട് വരുക, വെറുതെ പോയിട്ട് വരുക. എത്രയോ വർഷങ്ങളായിട്ടും ഇന്നും വേദപുസ്തകത്തിൻ്റെ ആമേ സ്തോത്രം 2 കറുത്ത ആ ബൈൻഡിൻ്റെ നടുക്കുള്ള വിഷയം ഒന്നും പഠിച്ചിട്ടില്ല. ചുമ്മാ കൊണ്ടു ചുമക്കൂ, അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. നിങ്ങളുടെ കണ്ണ് ഇന്ന് രാത്രി തുറക്കാൻ വേണ്ടി അത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാ സഭ? ആമേ, വായിക്കാം. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ആമേ സ്തോത്രം 25 മുതൽ 28 വരെയുള്ള വാക്യം. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഞാൻ സഭയുടെ ശുശ്രൂഷകൻ ദൈവവചനം ഘോഷിക്കണം. അതൊരു സ്പിരിച്വൽ ട്രീറ്റ്മെന്റ് ആ കേട്ടോ. നേരം പോക്കിന് ഒരു ചടങ്ങിനുള്ള പ്രസംഗമല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും തട്ടിക്കൂട്ടി അന്നത്തെ ദിവസം എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് അങ്ങ് വിടുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആത്മീക ഒരു ട്രീറ്റ്മെൻറ്റാ എന്നുള്ളത് ഓർക്കുക. അത് ശരിക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകത്തില്ല. ഞാൻ ശരീരത്തിലെ സൗഖ്യമല്ല പറയുന്നത്, ആത്മാവിലെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. സഭയിലെ ശുശ്രൂഷകനായി വെച്ചത് എന്തിനെന്നറിയാമോ? ദൈവവചനം ഘോഷണം. ദൈവവചന ആദ്യകാലത്തിൽ അപ്പച്ചന്മാർ പറഞ്ഞു, ഞാൻ സഭയ്ക്ക് ദൂത് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. എന്നെക്കെല്ലാം തട്ടിക്കൂട്ടി മേക്കപ്പ് പ്രസംഗങ്ങളാണ്. അത് കേട്ടോളും. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. സഭയ്ക്കകത്ത് നല്ലൊരു ശുശ്രൂഷ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമില്ല. സഭയെ പൊളിക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല. എല്ലാവരും കൂടെ ചേർന്ന് പറയുക, പാസ്റ്റർ ഇങ്ങനെ വേണ്ട, അത് നമുക്ക് വേറെ മാറ്റണം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പഠിപ്പിക്കാം. ഇന്ന് പറ്റിയില്ലെങ്കിൽ ആമേ സ്തോത്രം, ഇവിടെ ജോർജ് ബ്രദർ ഫാമിലിയോട് പറഞ്ഞാൽ മതി, ഞാൻ വരാം, നമുക്ക് സംസാരിക്കാം, പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ ഇന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി പറഞ്ഞിട്ട് പോകാനല്ല. ഞാൻ ഇവിടത്തെയാ,
പ്രൈസ് അല്ല. 10-25 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കൂടെ കറങ്ങും. എല്ലാവർക്കും അറിയാം, ദേശവാസികൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കേ. ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ആലോചന സഭയോട് അറിയിക്കുന്നവനാ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വേണം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവസഭയ്ക്ക് ഒരു ശുശ്രൂഷകനെ ദൈവം ആക്കി വെച്ചത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കാനാ. നമ്മുടെ ഡിനോമിനേഷൻ, നമ്മുടെ അല്ലേ മിഷൻ വീട്, നമ്മുടെ സഭ, അങ്ങനെ കെട്ടിടങ്ങൾ, കോമ്പൗണ്ട് കെട്ടണം, ചുണ്ണാൻ പഠിക്കണമെന്നല്ല, സ്വർഗത്തിൽ പോകാനുള്ളതാ. അതാ പറഞ്ഞ യേശു വരാൻ പോകുക. ഈ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആമേ സ്തോത്രം. ദൈവസഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുവാൻ ദൈവം ശുശ്രൂഷകനെ ആക്കി വെച്ചു. വായിച്ചാണ്. അത് പൂർവ്വകാലങ്ങൾക്കും ആ വചനം, ആ കാര്യങ്ങൾ, ആ പ്രവചനങ്ങൾ, ആ വചനങ്ങൾ പൂർവകാലങ്ങൾക്ക്, തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നറിയാമോ? പഴയ നിയമത്ത് ദാനിയേലിൽ ഇങ്ങനെ പറഞ്ഞു. ദാനിയേലോട് ദൈവം പറഞ്ഞു, ഈ പ്രവചനമൊക്കെ ഒന്ന് മുദ്രയുടെ കാലമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാലം ആയിട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനോട് പറഞ്ഞു, ഈ പുസ്തകം മുദ്ര ഇടേണ്ട കാലം തികഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ കാലം തികഞ്ഞിരിക്കുക. സഭയെ ഒരുങ്ങിക്കൊള്ളുക. ദൈവമക്കളെ ഉണർന്നുകൊള്ളണം. എവിടെയെങ്കിലും പോയി ദിവസങ്ങളെ, മാസങ്ങളെ തള്ളിവിടുകയല്ല. ഇന്ന് രാത്രി ഒന്നുകൂടെ നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കട്ടെ. ആദ്യകാലങ്ങൾക്ക് മറഞ്ഞിരുന്ന ആ മർമ്മങ്ങൾ ശുശ്രൂഷകന്മാരിൽ കൂടി ദൈവം സഭയ്ക്ക് വെളിപ്പെടുത്തി. വായിക്കാം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിലുണ്ട്. ഇത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്നവൻ തന്നെ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും വന്നു വസിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ആ മഹത്വത്തിന്റെ മർമ്മം. അതുകൊണ്ട് യേശു ജനിക്കുന്ന മുമ്പേ പേര് പറഞ്ഞത് ഇമ്മാനുവേൽ എന്ന് പേരിടണം. പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിപ്പാൻ. പരിശുദ്ധാത്മാവ് അപ്പോഴപ്പോഴ വന്നിട്ട് പോകുകയല്ല. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ ദൈവം ഇമ്മാനുവേൽ. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ ഒന്ന് മനസ്സിലാക്കണമേ, അല്ലയോ? ആമേ. മർമാദാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായി നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുന്നു. വായിച്ചാണ്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. എന്തിനാണ്? ക്രിസ്തുവിൽ തികഞ്ഞവനായി. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതെ, ഉദ്ദേശം, ശുശ്രൂഷയുടെ ഉദ്ദേശം എന്തുവാ? ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷയുടെ ഉദ്ദേശം എന്തുവാ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ചതിക്കപ്പെടരുത്. ഇന്നലെ ഞാൻ വ്യക്തമായി പറഞ്ഞു, ഒരു ഡിനോമിനേഷനും ഇല്ല. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേ. സഭാ ആരാധന ഹീറോ വർഷിപ്പ് പോലെ ആകരുത്. ഇല്ലയോ? ഈ സിനിമ ആക്ടേഴ്സിന് അവർക്ക് ഫാൻസ് ഉണ്ടാകും.
ഇല്ലയോ? ഓരോരുത്തർക്കും ഓരോ ഫാൻസ്. പ്രൈസ് അതുപോലെയല്ല, ഇല്ലയോ? പ്രൈസ് പാസ്റ്റർക്ക് കുറേ ഫാൻസ്. ഈ ഡിനോമിനേഷൻ ഈ പാസ്റ്റർ എന്നല്ല. പ്രൈസ് ഏക വഴിയേ ഉള്ളൂ. ഒരുപാട് പ്രമാണങ്ങളൊന്നുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. എന്നാൽ ശ്രദ്ധിച്ചോണം, മനുഷ്യർ അവർക്ക് തോന്നും പോലെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി അതിൻ്റെ അകത്തെ ചില നിർബന്ധമായ മറ്റൊരിടത്തും പോകരുത്, ഒരു പ്രസംഗം കേൾക്കരുത്. ഞാൻ എൻ്റെ സഭയോട് പറഞ്ഞിട്ടുണ്ട്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നല്ല ശുശ്രൂഷ ഉണ്ടെങ്കിൽ പോയി പങ്കുചേരുക. ഹല്ലേലൂയ. എന്നാൽ സഭായോഗം മുടക്കിയൊന്നും വേണ്ട, ഇല്ലയോ? മറ്റു സമയങ്ങളിൽ സത്യവചനം സംസാരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ലാത്ത സ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കലും അത് നിൽക്കുവാൻ പാടില്ല. അങ്ങനെ നിന്നിട്ടൊരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഏതു മനുഷ്യനെയും തികഞ്ഞവനാകേണ്ടതിനാണ് ശുശ്രൂഷ. മനസ്സിലാവുന്നുണ്ടോ? ആദികാലങ്ങൾക്ക് മറഞ്ഞു കിടക്കുന്ന വചനത്തിന്റെ മർമ്മങ്ങൾ ഒരു ശുശ്രൂഷകന് മാത്രമേ പഠിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവവചനം പറയുന്നു, അഹരോനെ പോലെ വിളിക്കപ്പെടാതെ ആരും ഈ ശുശ്രൂഷയ്ക്ക് സ്വതമേ വരത്തില്ല. ആമേൻ. പ്രബോധനം പറയാം, സുവിശേഷം പറയാം, എന്നാൽ ദൈവവചനത്തിന്റെ ആധികാരികമായ ഉപദേശ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് വിളിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഒരു സ്തോത്രം വിശുദ്ധന് മാത്രമേ കഴിയുകയുള്ളൂ. ഇപ്പൊ യൂട്യൂബിൽ നോക്കിയ ഒത്തിരി 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 പേര് എന്തൊക്കെ കമന്റ് എന്ന് പറയാമോ? ഞാനിപ്പോൾ ആലോചിക്കും, ഇവർക്കെല്ലാം ആര് അധികാരം കൊടുത്തു? ഇവർക്ക് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കണം, നീതിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്നെക്കൊണ്ട് ഒരു വാക്ക് അങ്ങോട്ട് തിരിച്ച് പറയിപ്പിച്ചില്ല. 3/4 മണിക്കൂറും പുള്ളി തന്നെയാണ് സംസാരിച്ചത്. അല്ല, ഓക്കെ 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 എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ BTHും MD ഒക്കെ കഴിഞ്ഞവരാണ്, ഞാനൊന്നും പറയാൻ പോയില്ല. സ്തോത്രം, ഓക്കെ ഞാൻ ചെയ്യാം. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ദൈവനീതിയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും വ്യക്തമായി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നു. ഇവിടെ ചിലരത് കൊണ്ട് പഠിച്ചവരുണ്ട് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറയുന്നു, എന്തോ കുറേ അവിടെ ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാം അതിൻ്റെ അകത്ത് ഉള്ളടങ്ങുമെന്നാകത്തില്ല. യേശു പറഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും പറയേണ്ടത് ഒത്തിരി ഉണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ സഹിക്കത്തില്ല, പരിശുദ്ധാത്മ വരുമ്പോൾ സകലവും പഠിപ്പിക്കും. ആമേൻ. ബൈബിളിൽ എഴുതപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് അത് അതിൻ്റെ കാര്യങ്ങൾ ശരിക്കും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ സഭ എന്തിനാണ്? സഭയ്ക്കകത്ത് എന്തിനാണ്? സഭയ്ക്കകത്ത് കയറിയും രക്ഷിക്കപ്പെട്ട സഭയോട് നമ്മളായിക്കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് നല്ല ശുശ്രൂഷ ലഭിക്കണം. ഈ ശുശ്രൂഷകന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ. യേശു അങ്ങനെ പറഞ്ഞ്, പിതാവ് എനിക്ക് തന്നതൊന്നും നഷ്ടപ്പെടാതെ അന്ത്യനാളിൽ ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ വെറുതെ കളയുകയില്ല, ഞാൻ ആരെയും നഷ്ടപ്പെടുത്തുകയില്ല. പിതാവ് എൻ്റെ കയ്യിൽ തന്നത് ഒന്നുപോലും ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു ശുശ്രൂഷകൻ അങ്ങനെയായിരിക്കണം. തൻ്റെ ശുശ്രൂഷയുടെ താഴെയായിരിക്കുന്ന ഒരാത്മാ പോലും നഷ്ടപ്പെടാതെ അത്ര പേരും നിത്യജീവൻ പ്രാപിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഒരുങ്ങിക്കൊള്ളുക, സഭ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം നമ്മളെ വിട്ടുപോകും. നമ്മുടെ എഡ്യൂക്കേഷൻ പോകും, ഇല്ലയോ? നമ്മുടെ ഫിനാൻസ് നിലവാരങ്ങൾ മാറും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും മാറുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ഇല്ലയോ? ആരോഗ്യം, ബലവും സമ്പത്തും ഇരുന്നത് പോലെയുള്ളതല്ല ജീവിതം. ആരോഗ്യം പോയി, സമ്പത്ത് പോയി, ഇപ്പം ആർക്കും വേണ്ടാത്തൊരു അനുഭവമായി. എന്നാൽ നരയ്ക്കോളം ചുമക്കുന്നവൻ മരണം വരെ നമ്മോട് കൂടെ ഇരിക്കും നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ മധ്യവാക്യമാകുന്ന 118-ാം സങ്കീർത്തനം 8-ാം വാക്യം, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. നമ്മുടെ സാഹചര്യങ്ങൾ വിചാരിച്ചിരിക്കാതെ മാറും. ഹല്ലേലൂയ. നമ്മുടെ ആരോഗ്യം പെട്ടെന്ന് മാറും. നമ്മുടെ സമ്പത്ത് പെട്ടെന്ന് ഇല്ലാതെ പോകും. ഒന്നുമില്ലാതെ കണ്ണുമിഴിച്ച് നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഏതവസ്ഥയിലും നമ്മളെ കൈവിടാത്ത ഏക സത്യദൈവം ക്രിസ്തുയേശുവാണ്. വേദപുസ്തകം പറയുന്നു, യോസേപ്പ് കാരാഗ്രഹത്തിലായിരുന്നു, കർത്താവ് അവനോടുകൂടെയായിരുന്നു.
സാദ്രക് മേശക് ആബേദ്നേഗോ തീച്ചൂളയ്ക്ക് അകത്തായിരുന്നു, ദൈവം അവരോട് കൂടെയായിരുന്നു. ദാനിയേൽ സിംഹക്കുഴിക്ക് അകത്തായിരുന്നു, ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പൗലോസും ശീലാസും കാരാഗൃഹത്തിലായിരുന്നു, ദൈവം അവരോട് കൂടെയായിരുന്നു. ഏതൊരവസ്ഥയിലും നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയപ്പെടരുത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. എന്നെ ഒരിക്കലും എൻ്റെ ദൈവം കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമുഖത്ത് ഞാൻ തളർന്നു വിടുവാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെ കൈവിട്ടാലും ദൈവം നിന്നെ എതിർത്തില്ല. ആരെ? വിശ്വസിക്കുന്നവരവൻ കൈവിടുകയില്ല. എൻ്റെ അടുക്ക വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. വേദപുസ്തകം പറയുന്നു, റോമാലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ, അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകുകയില്ല. ദൈവം ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരും സ്തോത്രം പറഞ്ഞില്ലല്ലോ, വിശ്വസിക്കുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആ ഒരു തൻ്റെ ഇടമായി എന്നെ ദൈവം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും അവനെ കൈവിടത്തില്ല. ആരെല്ലാം കൈവിട്ടാലും, അല്ലേ, അപ്പൻ അമ്മ കൈവിട്ടാലും. മനോഹരമായൊരു പാട്ടുണ്ട്, സമയമില്ല പാടാൻ. സ്തോത്രം. യാരെന്നെ കൈവിട്ടാലും യേശു കൈവിടമാട്ടാ. യാരെന്നെ കൈവിട്ടാലും യേശു கைவிடமாட்டார், 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 கைவிடவே மாட்டார். இயேசு கைவிடவே மாட்டார். தாயும் அவரே, தந்தையும் அவரே, தாயும் அவரே, தந்தையும் அவரே. தாலாட்டுவார், சீராட்டுவார், தாலாட்டுவார், சீராட்டுவார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார். யார் என்னை கைவிட்டாலும் இயேசு கைவிட மாட்டார், கைவிட மாட்டார், கைவிட மாட்டார், கைவிடவே மாட்டார். இயேசு கைவிடவே മാട്ടാർ. ആരെല്ലാം കൈവിട്ടാലും ഒരിക്കലും അവൻ നിങ്ങളെ കൈവിടുകയില്ല. സ്തുതിച്ചില്ലല്ലോ? പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ളവരാ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയാവോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സക്കറിയ ഒന്ന് ചിരിച്ചു. കാരണം ഭാര്യയുടെ വയസ്സ്, തൻ്റെ വയസ്സ്, തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ ആ പുള്ളി നോക്കിയേ. ആമേൻ, ആമേൻ. അങ്ങനെ ചിരിച്ച സക്കറിയാവരുടെ ദൈവദൂതൻ പറഞ്ഞു, തക്കകാലത്ത് നിവർത്തിയാകുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിക്കാത്തത് കൊണ്ട് അത് നിറവേറുന്നത് വരെ നീ ഊമയായിരിക്കും. എന്തൊക്കെ മനസ്സിലായോ? വിശ്വസിക്കാത്തവരെല്ലാം ഊമയായിട്ടേ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തോ മനസ്സിലായി ഇല്ലയോ? പാവിയായിരുന്നാലും കുഴപ്പമില്ല, അപ്പാവിയായിരിക്കരുത്. ഇങ്ങനെ ഒരു അപ്പാവികൾ. പ്രൈസ് ദി ലോർഡ്. ഇനി കൊടുക്കും പാസ്റ്റർ പറഞ്ഞു സ്റ്റേജിൽ പാവി ആയിരിക്കാമെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കുക. വെറും അപ്പാവിയായിരിക്കാതെ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നെ യേശു കൈവിടത്തില്ല. അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. അവൻ വേഗം വരും എന്നെ ചേർക്കാൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാലത്തിൽ കർത്താവ് വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പൊ ചിലർ ചോദിക്കും, ആമേൻ, അങ്ങനെ വിശ്വസിച്ച് ഇതുവരെ വന്നില്ലല്ലോ. ഹല്ലേലൂയ. 1000 വർഷം അവൻ ഒരു ദിവസം പോലെ, ഒരു ദിവസത്തെ അവൻ 1000 സംവത്സരം പോലെ ആക്കുവാനും കഴിവുള്ളവനാ.
ദൈവത്തിൻ്റെ കണക്കുകൾ വേറെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ, സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ഭൂമിയിലെ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പിരിഞ്ഞു പോകുമ്പോൾ. ആ വേർപാട് വളരെ ദുഃഖം നൽകുന്നതാണ്. ഇനി ഒരിക്കലും കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പ് അവരെ കാണാൻ കഴിയുകയില്ലല്ലോ. അത് വളരെ വേദനയുള്ളതാണ്. ആ വേദനയിൽ പോലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് വെളിപ്പെടുന്നത്, നമ്മുടെ പ്രത്യാശ വെളിപ്പെടുന്ന അപ്പോഴാ. ഇല്ലയോ? നമുക്ക് അറിഞ്ഞിരിക്കണം ഈ ഭൂമിയിലെ യാഥാർത്ഥ്യം. നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ പോകുകയില്ല. നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നാം ഈ ലോകം വിട്ടുപോകും. അതുകൊണ്ട് ഓർക്കുക, ജീവനോടിരിക്കുമ്പോൾ ജീവിത പങ്കാളിയെ, കുടുംബത്തെ നന്നായി നോക്കി സ്നേഹിച്ചു വേണം മുമ്പോട്ട് പോകാൻ. പ്രൈസ് ദി ലോർഡ്. വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായി ചത്തതിന് ശേഷം കരഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരിക്കൽ 2 പേര് മരിച്ചു. അവർ മേളിൽ സ്വർഗത്തിൽ, ഒരു കഥയാണ്, സ്വർഗത്തിൽ ഇരിക്കുക. 2 പേരും ആത്മഹത്യ ചെയ്ത് പോയതാ. മേളിലിരിക്കുക. അവർ താഴോട്ട് നോക്കുമ്പോൾ, ഇതൊരു കഥയാ, ബൈബിളിലുള്ളതൊന്നും വിചാരിക്കരുത്, പാസ്റ്റർ തെറ്റ് കഥ പറഞ്ഞൊന്നും കഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 2 പേരും മേളിൽ നിന്ന് നോക്കുമ്പോൾ സ്തോത്രം, അവിടെ കല്ലറയിൽ, അവിടെ ഒരുത്തൻ്റെ കല്ലറയിൽ വന്ന് ഭാര്യ മാറത്തടിച്ച് കരയുന്നത് അവർ കാണുക. അപ്പോഴടുത്തിരുന്നവൻ ചോദിച്ചു, എന്തിനാടാ നീ ആത്മഹത്യ ചെയ്തത്? നിൻ്റെ ഭാര്യയുടെ സ്നേഹം കണ്ടില്ലയോ? ഇല്ലയോ? നീ എന്തിനാ ആത്മഹത്യ? ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയെ വിട്ടിട്ട് നീ ആത്മഹത്യ ചെയ്ത് ഇങ്ങോട്ട് വന്നല്ലോ എന്ന്. അവൻ പറഞ്ഞു, ഇതിൽ പകുതി സ്നേഹമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നു. അവസ്ഥ മനസ്സിലായോ? ഇപ്പം കരയുന്നതിൽ പകുതിയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്ത് ആ സ്നേഹം തന്നെ ഇല്ലെങ്കിൽ വേറെ കഥ തീർന്ന. 1 യോഹന്നാൻ 4:8, ദൈവം സ്നേഹമാകുന്നു, സ്നേഹമില്ലെങ്കിൽ ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ, ഐക്യതയോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ, വിശുദ്ധിയോടെ, ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് തമ്മിൽ ചെയ്യേണ്ട കടപ്പാട്, അവരവരുടെ കുടുംബം പണിത് വിശുദ്ധിയോടെ ജീവിച്ച വരവിനായി ഒരുങ്ങിക്കൊള്ളുക. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്, മരണമായാലും അവിടെ നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം. മരിച്ചവരുടെ ഇടയിൽ എന്തോ പ്രത്യാശ? താഴോട്ടുള്ള വാക്യങ്ങൾ, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കും ഇതിന് യാതൊരു ബന്ധവുമില്ല, അല്ലയോ? നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേനെ, സ്തോത്രം പറഞ്ഞേനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവരെ ദൈവം എന്ത് ചെയ്യും? കൊണ്ടുവരും. എല്ലാവരെയും അല്ല, ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ മരിച്ചവര് അവൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. വായിച്ചാണ്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. ആര്? ജീവനോടെ ശേഷിക്കുന്നവരായ നാം, ഇൻക്ലൂഡിങ് പൗലോസിനെയും ചേർത്താ പറഞ്ഞ്. അപ്പോൾ പൗലോസ് ആ കാലത്തിൽ കർത്താവ് വരുമെന്ന് വിശ്വസിച്ചു. പൗലോസിന്റെ ഉറപ്പും ധൈര്യവും അതാ. പ്രൈസ് ദി ലോർഡ്. തനിക്ക് എത്ര പ്രതികൂലമുണ്ടെങ്കിലും തന്റെ കർത്താവ് തന്നെ ചേർക്കുവാൻ വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് എഴുന്നേൽക്കും,
പിന്നെ ജീവനോടിരിക്കുന്ന നാം തന്നെയും ചേർത്ത നാം. നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് കഥയല്ല, ഇത് നിയമമാ, ദൈവത്തിന്റെ പ്ലാനാ. മനസ്സിലാകുന്നുള്ളൂ? ഇത് കഥയല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവിക്കാൻ പോകുന്നതാ, വരുവാനുള്ളതാ. അവൻ വരും. തന്റെ കാന്തയെ തന്നോട് ചേർക്കുവാൻ വരും. നാം അവിടെ വായിച്ചു, ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് എന്ത് ചെയ്യും? എഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്നവർ നാം രൂപാന്തരം പ്രാപിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 3:10 വാക്യം, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച്, പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച്. മതി. അവിടെ ആ വാക്യം തമിഴിൽ ഇങ്ങനെയാ, എപ്പടിയാകിലും ഞാൻ, എങ്ങനെയെങ്കിലും ഞാൻ മരിത്തോരിലിருந்து ഉയർത്തെഴുവതற்கு തകുതിയാകുമ്പടി. മനസ്സിലാകുന്നുണ്ടോ വാക്ക്? എപ്പടിയാകിലും മരിത്തോരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുവതற்கு തകുതിയാകുമ്പടി. പുനരുത്ഥാനം പ്രാപിക്കാൻ ഒരു യോഗ്യത ഉണ്ടാകണം. ആ യോഗ്യത ക്രിസ്തുവിൽ കൂടിയാ. പ്രൈസ് ദി ലോർഡ്. ആ യോഗ്യത എങ്ങനെ കിട്ടും? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 54-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6:54 വാക്യം. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ഉള്ളിൽ ജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും. സഭ ശുശ്രൂഷ, സഭയ്ക്കകത്തുള്ള ശുശ്രൂഷ എല്ലാം നമ്മുടെ ആത്മീക വർധനയ്ക്കും നമ്മളെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാക്കുന്ന ശുശ്രൂഷയാണ്. ഞാൻ ഇന്നത്തെ ശുശ്രൂഷയെല്ലാം കാണുമ്പോൾ കരഞ്ഞു പോകും. അലറി വിളിക്കുന്ന വിളി എന്തോ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കെ. ക്രിസ്തുവിന് അവർക്ക് ഒരു ബന്ധമില്ലാത്തതുപോലെ സഭയ്ക്ക് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ, ഇതൊക്കെ 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം മുഴുവൻ വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, തങ്ങൾ തന്നെ നാശത്തിനായിരുന്ന് അവർ വാഗ്ദത്തങ്ങൾ വാഗ്ദാനം ചെയ്യുക. നമ്മുടെ ജനത്തിന് അറിയത്തില്ലല്ലോ എന്താ ശുശ്രൂഷ, എന്തോ സഭ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സഭ ആരാധന എല്ലാം പ്രോഗ്രാമായി. ആൾട്ടറെല്ലാം സ്റ്റേജായി. ആൾട്ടർ മാറി ഇപ്പം എന്തായി? സ്റ്റേജ്. ആരാധന പ്രോഗ്രാം, ഇപ്പം പ്രോഗ്രാമാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി അല്പമെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറന്നെങ്കിൽ നല്ലതാ. അപ്പോസ്തലനായ പൗലോസിനെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ ദൈവം പറഞ്ഞയച്ചത് എങ്ങനെയാ? അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 26-ന്റെ
18-ാമത്തെ വാക്കൊന്ന് വായിച്ചാൽ, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവർക്ക് അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാനും നീ പോയി അവരുടെ കണ്ണുകൾ തുറക്കണം. അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് അവരെ തിരിക്കണം. അവരുടെ കണ്ണ് തുറക്കണം. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറക്കട്ടെ, അറിവിന്റെ കണ്ണുകൾ തുറക്കട്ടെ. എന്താണ് ശുശ്രൂഷ, എന്താണ് സഭ, എന്താണ് ശുശ്രൂഷകന്മാർ, ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. അറിയത്തില്ലെങ്കിൽ ചോദിക്കും, ഞാൻ പഠിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഒന്ന് ശാസിക്കാൻ ആളില്ല, ശിക്ഷിക്കാൻ ആളില്ല, നീതി പഠിപ്പിക്കാൻ ആളില്ല, നമ്മെ ഒന്ന് നടത്താൻ ആളില്ല. അല്ലയോ? പോകുക വരിക. നോഹയുടെ പെട്ടകത്തിൽ കാക്ക പോയതുപോലെ, പ്രാവ് പോയതുപോലെയല്ല, കാക്ക പോയതുപോലെ. കാക്ക തോന്നിയാ വരും, ചിലപ്പോൾ വരത്തില്ല, ചിലപ്പോൾ വരും. അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയോട് നിങ്ങളുടെ ആ ബന്ധം എങ്ങനെയുണ്ട്? ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ ഉത്തരവാദിത്തോടുണ്ടോ? നിങ്ങളുടെ ആത്മീക യാത്രയിൽ മുമ്പോട്ട് നയിക്കപ്പെടുന്നുണ്ടോ? ഓരോ ദിവസവും സഭയിൽ പ്രസംഗം ഉണ്ടല്ലോ. എന്തിനാ ശുശ്രൂഷയിൽ പ്രസംഗിക്കുന്നതെന്നറിയാമോ? ഇന്ന് രാത്രി എന്തിനാ ഇവിടെ പ്രസംഗിക്കുന്നറിയാമോ? പ്രസംഗം എന്തിനാ? എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരായാൽ നിങ്ങളെ നടത്തുന്നവർ, അതിന്റെ 7-ാം വാക്യം വായിക്കും. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. എന്തിനാ പ്രസംഗിക്കുന്നത്? ആ വിശ്വാസികളെ ആത്മീയതയിൽ മുമ്പോട്ട് പോകുന്ന നടത്തണം. വിശ്വാസികളെ നടത്തണം, മുമ്പോട്ട് പോകും. ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. എല്ലാം ഇന്ന് രാത്രി അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞതിൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുക. യേശു വേഗം വരും. അവൻ്റെ വരവിൻ്റെ പ്രത്യാശ ഉള്ളവരായിരിക്കുക. വേദപുസ്തകത്തിലെ യേശുവിൻ്റെ വരവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവനെ ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവ മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണം എന്ന് അപേക്ഷിച്ചു. 3 കാര്യങ്ങൾ അവിടെ ചോദിച്ചു. ഒന്ന്, അത് എപ്പോ സംഭവിക്കും? ഈ ദൈവാലയത്തിന്റെ കല്ല്, ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ലില്ലാതെ പോകുന്നത് എപ്പോഴാ? ഒരു മനോഹരമായ 46 കൊല്ലം കൊണ്ട് പണിത് ഒരു മനോഹരമായ ദൈവാലയം, മനോഹരത്തെ കണ്ടു പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു കല്ലിൻ്റെ മേൽ ഒരു കല്ലില്ലാതെ പോകും. ഇന്ന് യെരൂശലേം ദൈവാലയം ഇല്ല, പക്ഷേ അങ്ങനെ പൂർണ്ണമായി പോയിട്ടില്ല. അതിൻ്റെ ഒരു ചുവർ അവിടെ ഇരിപ്പുണ്ട്, ഒരു വൈലിംഗ് വാൾ, ഇല്ലയോ? ആമേൻ. ഒരു ചുവർ അടയാളത്തിന് വേണ്ടി ദൈവം വച്ചതാ, അടയാളത്തിന് വേണ്ടി ദൈവം അവിടെ നിർത്തി. പക്ഷെ യേശുവിൻ്റെ വാക്ക് അവിടെ നിവർത്തിയായി. ഒരു കല്ലിന് മേൽ ഒരു കല്ലില്ലാതെ അത് വീണുപോയി. പ്രൈസ് ദി ലോർഡ്. നിന്റെ വരവിനും ലോക അവസാനത്തിനും, നിന്റെ വരവിൻ്റെ അടയാളം എന്താ? ഈ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം എന്താ? അങ്ങനെ 3 ചോദ്യങ്ങൾ ചോദിച്ചു.
യേശു മറുപടി പറയുക, താഴോട്ടൊന്ന് വായിക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ആരും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ആമേൻ. ഒന്ന്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ വന്ന് എന്റെ പേര് പറഞ്ഞു തെറ്റിക്കും. ഞാൻ തന്നെയാ ക്രിസ്തു. അങ്ങനെ ആമേ സ്തോത്രം, ഒത്തിരി കള്ളക്രിസ്തുക്കൾ വന്നു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഞാൻ തന്നെയാ ക്രിസ്തു എന്ന് പറഞ്ഞ മനുഷ്യരുണ്ട്. തമിഴ്നാട്ടിലും ബാലസിൽ ലാറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾ കേട്ട് കാണും. നല്ലൊരു ശുശ്രൂഷകനായിരുന്നു, ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. ആമേ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ആമേ ഒത്തിരി വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്. ഒടുവിൽ താൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാമം ധരിച്ച് അനേകർ വരും, നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റിക്കും, നിങ്ങളെ തെറ്റിക്കും. പ്രൈസ് ദി ലോർഡ്. തമിഴ് എഴുതി വഞ്ചിപ്പാർകൾ, നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളെ ചതിക്കും, ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ആദം ഹൗവയെ ആരാ ചതിച്ച്? ആദം ഹൗവയെ ചതിച്ചതാരാ? പേടിക്കുവോ? കണ്ടോ, പാസ്റ്റർ ചിലപ്പോൾ വെടിവെച്ചാലോ ചത്തുപോകും തെറ്റ് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആദം ഹൗവയെ വേദപുസ്തകത്തിലെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചത് പോലെ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചു. നിങ്ങളെ ചതിക്കുന്നത് ആരാ? നമ്മളെ ചതിക്കുന്നത് ആരാന്നറിയാമോ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. ആമേ. നിങ്ങളെ തന്നെ ലേഖനം 1:22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവിൻ. ആദ്യത്തെ അടയാളം പറഞ്ഞത് ചതിവാ. ഏതേൻ തോട്ടത്തിൽ ഉണ്ടായതും അതാ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. യേശുവിനേക്കാൾ വചനത്തെക്കാൾ ഡിനോമിനേഷനോടാ അവർക്ക് ഭയങ്കര ചേർച്ച. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് പോപ്പ് പറഞ്ഞു, ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, നമുക്കൊരു കറക്ഷൻ ഉണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിലൊന്ന്, ഇനി ആരും കുമ്പസരിക്കരുത്. ഈ ഇടയ്ക്ക് ഒരു മനുഷ്യൻ ഒരു വീഡിയോ ഇട്ടിരിക്കുക, നമുക്ക് ക്രിസ്മസ് വരികയാണ്, അച്ഛന്മാർക്കിട്ടതാ വീഡിയോ, അച്ഛന്മാർക്കിട്ടതാ. നമുക്ക് ക്രിസ്മസ് വരികയാണ്, അച്ഛന്മാരെല്ലാം ചേർന്ന് ഈ വിശുദ്ധ ദിനങ്ങളിൽ കുമ്പസാരിക്കാനുള്ള ഏർപ്പാടുകൾ സഭകളിലൊക്കെ ചെയ്യണം. കമാൻഡിങ് ഓർഡറാ. എവിടെ? മനസ്സിലായി എന്തെങ്കിലും? പ്രൈസ് ദി ലോർഡ്. വല്ലയിടത്തൊക്കെ കയറി മീഡിയയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനല്ല. തലക്കത്തിരിക്കുന്ന പോപ്പ് വേണ്ടെന്ന് പറഞ്ഞു, പുള്ളിക്ക് ബുദ്ധി തെളിഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ താഴെ കിടക്കുന്നവർക്ക് അതിലും ഒരു സാധാരണ ഒരു വ്യക്തിയാണ്. പുള്ളി പറയുക, അച്ഛന്മാരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് കുമ്പസരിക്കുവാൻ ഉള്ള ഒരുക്കമുണ്ടാകണം. വേദപുസ്തകം പറയുന്നു, ആമേ സ്തോത്രം, ദൈവ പൈതലായാൽ അവൻ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 3:9 ഒന്ന് വായിച്ചാണ്. ഞാൻ വെറുതെ പറഞ്ഞിട്ട് പോകുന്നു വിചാരിക്കരുത്. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ആര്? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അവന്റെ വിത്ത്, അവന്റെ വചനം അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുമില്ല. എന്ത് ചെയ്യത്തില്ല? ഞാൻ പള്ളിയിൽ പോയി, അവിടെ എല്ലാം പങ്കെടുത്തു, കുമ്പസരിച്ചു, ഓക്കെ. വീണ്ടും അടുത്ത വർഷം പിന്നെയും പോയി കുമ്പസിക്കും. അപ്പം വീണ്ടും ഭാവിയല്ലയോ? യേശു വരുവോളം ഇവരെ പാപത്തിൽ നിലനിർത്തുന്നതാണ് സാത്താൻ്റെ തന്ത്രം. ആരും സൂചിച്ചില്ലല്ലോ. പറഞ്ഞത് സാത്താനെ കുറിച്ചൊന്ന് വിചാരിച്ചില്ലയോ?
സാത്താനെ പറഞ്ഞോണ്ട് പോ, ഇവിടെ സ്തുതിക്കാൻ പാടില്ല. ഹല്ലേലൂയ. സാത്താന്റെ തന്ത്രം എന്നറിയാമോ? യേശുവിന്റെ വരവ് വരെ ഈ മനുഷ്യരെ എല്ലാം പിടിച്ച് പാപത്തിൽ നിലനിർത്തണം. ആർക്ക് മനസ്സിലായി? മനസ്സിലായിരുന്നെങ്കിൽ സ്തുതിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. ആമേ. ഗലാത്യ ലേഖനം നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ കാണിക്കാം. ആമേ. ഗലാത്യ ലേഖനം, ആമേ, സ്തോത്രം, അതിൻ്റെ 2-ാം അധ്യായം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചാൽ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുകയും നാമും പാപികളെന്ന് വരുന്നെങ്കിൽ, വീണ്ടും പാപിയെന്ന് വരികയെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ? ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനോ? ഒരു നാളും അല്ല. അതാ വഞ്ചിക്കുന്നത് മനുഷ്യരെ. ആമേ. യേശു എന്ന പേരിന്റെ അർത്ഥം എന്തുവാ? പാപങ്ങളെ നീക്കി. ആമേ. യേശുവിൽ പോയി വിശ്വസിച്ചു, പാപം നീക്കി രക്ഷിക്കപ്പെട്ടു, വീണ്ടും ഞാൻ പാപിയാ. അപ്പൊ പിന്നെ എങ്ങനെ രക്ഷിക്കപ്പെട്ടു? അപ്പൊ ക്രിസ്തുവിനെ പരിഹസിക്കല്ലയോ? ഹല്ലേലൂയ. പിന്നെ കുമ്പസാര എന്തിനാ? അവസാനം വരെ ഇവരെ പാപിയായി നിർത്തണമെന്നുള്ളതാ സാത്താന്റെ തന്ത്രം. വേദപുസ്തകവും വ്യക്തമായി പറയുന്നു, ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യാൻ കഴിയുകയില്ല. അവൻ പാപം ചെയ്യുകയില്ല. അവിടെ അതിൻ്റെ പദം നോക്കണം. പാപം ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്നതല്ല, നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ളവരെ, പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ സമയം വളരെ ചുരുങ്ങിയതായത് കൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. യേശു വരുന്നു. യേശു എന്നുള്ളത് പാപങ്ങളെ നീക്കി രക്ഷിക്കുന്നവനാ. വേദപുസ്തകത്തിൽ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് ഇന്നലെ നമ്മൾ പഠിച്ചു, 2 ദിവസം വായിച്ച ആ കുറിവാക്യം. തന്റെ പുത്രനായ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മനുഷ്യനെ നശിപ്പിക്കുന്നത് പിശാചാണ്, പാപമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശാപത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നീ നശിക്കോളം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ? പാപം ശാപം കൊണ്ടുവരും, ശാപം ജനത്തിന് നാശത്തെ കൊണ്ടുവരും. വചനം പറയുന്നു, ആരും നശിക്കാതിരിപ്പാൻ. ഏതോ ഒരു ജാതിയല്ല, ഒരു ദേശമല്ല, ഈ ലോകത്തിലിരിക്കുന്ന ഒരു മനുഷ്യരും നശിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞു, യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, അവൻ ലോകരക്ഷകനാ. ലോകത്തെ സൃഷ്ടിച്ചവൻ, ലോകത്തിന്റെ അധിപതി, സർവത്തിനും സൃഷ്ടിതാവായ ദൈവം, അവൻ ലോകരക്ഷകനാ. യേശുവിന്റെ ഒറ്റ ലക്ഷ്യം ഇതാണ്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് പാപം പൂർണ്ണമായി നീക്കുക. സാത്താന്റെ ഒറ്റ ലക്ഷ്യം ഇതൊന്ന് നിർത്തിപ്പോകണം യേശു വരുന്നത് വരെ. അതുകൊണ്ട് ഇവൻ കൂട്ടിക്കേറി കുമ്പസരിച്ച് അവൻ്റെ ആത്മാവ് പറയുന്നു, നീ പാവിയ, നിനക്ക് കുമ്പസരിക്കേണ്ട സമയമായി, നീ പാവിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വേദപുസ്തകം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നീക്കി നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. ഒരു വ്യക്തി വാസ്തവമായി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം സ്വർഗതുല്യമാണ്. സിംഹക്കുഴിയിലായാലും തീച്ചൂളയ്ക്ക് നടുവിലായാലും അവൻ ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്ത വലിയ ആത്മസന്തോഷം അവനുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ തീച്ചൂളയ്ക്കകത്ത് വീണവനോ, സിംഹക്കുഴിയിൽ കിടന്നവനോ, കാരാഗ്രഹത്തിൽ കിടന്നവനോ ഏതെങ്കിലും വിശുദ്ധൻ നശിച്ചതായിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ നശിച്ചു പോയതായിട്ട്? അതിൻ്റെ അവസാനം ദൈവം അവരെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, വചനം വ്യക്തമായി പഠിക്കുക. എനിക്കിപ്പോൾ എല്ലാം പറയാനുള്ള സമയമില്ല. നമ്മളിപ്പോൾ കാണുന്ന ഒന്നുമല്ല ക്രിസ്ത്യാനിറ്റി, ഇല്ലയോ? ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. അതൊരു മതമല്ല,
അപ്പോസ്തലൻ പൗലോസ് വ്യക്തമായി പറയുന്നു, അതിന് അബ്ജക്ഷൻ പറയുക. ആമേ, അതൊരു മതമല്ല, ഇവര് മതമെന്ന് പറയുന്ന മാർഗമെന്ന പൗലോസ് പറയുന്നത്. ഇതൊരു മാർഗമാണ്, ജീവിത മാർഗമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നാവും, നിങ്ങളുടെ കുടുംബം നന്നാവും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്, ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്. നല്ല, ഞാൻ ഒരു ഡിനോമിനേഷനെ നോക്കണ്ട. പെന്തക്കോസാണെന്ന് പറഞ്ഞ് കണ്ണടച്ചങ്ങിരിക്കരുത്. ഒരുപാട് തകർന്നു പോയ അനുഭവങ്ങളുണ്ട്. വാസ്തവത്തിൽ പെന്തക്കോസ് സഭ തകരത്തില്ല. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ നിൽക്കുന്ന സഭ എന്ത് ചെയ്യത്തില്ല? തളരത്തില്ല. ഏതെങ്കിലും തകരാറ് പറ്റിയത് കണ്ടാൽ അത് ദൈവസഭ അല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ദൈവമക്കളുടെ ഇടയിൽ ദൈവിക സ്നേഹമുണ്ട്, ആത്മാവിൻ്റെ നടത്തിപ്പുണ്ട്, നിയമമുണ്ട്, പ്രമാണമുണ്ട്, വിശുദ്ധിയുണ്ട്, ദൈവിക സ്നേഹമുണ്ട്. ഇതില്ലാത്തയിടം. അതുകൊണ്ടാണ് പറയുന്നത് യോഹന്നാൻ 4:8, ആമേൻ, ദൈവം സ്നേഹമാകുന്നു. ഇല്ലയോ? സ്നേഹമില്ലാത്തയിടത്ത് എന്തില്ല? ദൈവം ഇല്ല. 1 കൊരിന്ത്യർ 13 സ്നേഹത്തെക്കുറിച്ച്, ആമേൻ, സ്നേഹത്തിന് അർത്ഥം പറയുന്ന ഒറ്റ പുസ്തകം വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ദീർഘമായി എന്ത് ചെയ്യും? ക്ഷമിക്കും, സഹിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് അപ്പുറമായി ചില ആത്മീക സത്യങ്ങളുണ്ട്. അത് അന്വേഷിക്കുക. യേശു വരാറായി. ഒരുങ്ങിക്കൊള്ളുക സഭയെ, ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ശാസ്ത്രത്തിന്, സമ്പ്രദായത്തിന് സ്നാനപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. വാസ്തവമായി ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, ആമേൻ, പാപമില്ലാത്തൊരു ജീവിതം ജീവിക്കാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന് എല്ലാം നമുക്ക് വേണം. നല്ല ശുശ്രൂഷകന്മാർ, നല്ല ഉപദേശങ്ങൾ, ഇല്ലയോ? നമുക്കൊരു നടത്തിപ്പ് നടത്താൻ കഴിവുള്ളവൻ, നടത്താൻ. ആമേൻ. എല്ലാവരും കൂടെ കൂടി 2 പാട്ടും പാടി അല്ലല്ലോ പറഞ്ഞിട്ട് സ്തോത്രം പറഞ്ഞിട്ട് പോവുകയല്ല സഭ. ദൈവസഭ ദിവസത്തിന് ദിവസം വളരും. അത് പ്രത്യാശയുള്ളതാ, അത് ജീവനുള്ളതാ, അത് ഒരുങ്ങേണ്ടതാ. ഇത് സഭയുടെ ഒരുക്കത്തിൻ്റെ കാലമാ. ഒരുങ്ങിക്കൊള്ളുക പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. സംശയമുണ്ടെങ്കിൽ എന്നെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അങ്ങനെ പോകരുത് കണ്ണടച്ച. നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയതാണ്, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. അത് ആ ദൈവം തരുന്ന ദിവസം പാഴാക്കാതെ സത്യമനുസരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ആമേ, സ്തോത്രം. ഒത്തിരി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആമേ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്നാൽ ഒരു വാക്ക് ഞാൻ പറയട്ടെ. സത്യം അന്വേഷിക്കെങ്കിലും ശരിയാണോ എന്നെങ്കിലും നോക്കും. 1 തിമോഥെയോസ് 2:4 എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം, എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കും. ദൈവത്തിന്റെ ആഗ്രഹം എന്താ എഴുതിയിരിക്കുന്നത്? സകല മനുഷ്യരും നോക്കിയേ, 1 തിമോഥെയോസ് 2:4. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എല്ലാവരും സത്യം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ ഒത്തിരി സ്ഥലങ്ങളിൽ അമ്മയും അപ്പനും രക്ഷിക്കപ്പെട്ടതാ, മക്കൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതെന്തോ രക്ഷയെന്ന് എനിക്കറിയാൻ വയ്യ. എന്തോ രക്ഷമെന്ന് അറിയാൻ വയ്യ. മക്കളെ മക്കളുടെ വഴിക്ക് വിട്ടിട്ട് അപ്പനും അമ്മയും ആത്മാവിൽ ആരാധിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം കണക്ക് ചോദിക്കുന്നു. തന്നതിനെല്ലാം കണക്ക് ചോദിക്കും. മക്കളെ തന്നല്ലോ, നീ നടത്തിയത് എങ്ങനെ നടത്തി? പ്രൈസ് ദി ലോർഡ്. ചില പാസ്റ്റർമാരൊക്കെ സത്യം വെളിപ്പെട്ടപ്പോൾ ആരെയും അറിയാതെ മുങ്ങി സ്നാനം എടുത്തിട്ട് അവരുടെ ശുശ്രൂഷയിൽ നിൽക്കുക. അവർ വിചാരിക്കുന്നു ഞാനും സ്വർഗത്തിൽ പോകും. മുങ്ങിയ സ്നാനം എടുത്തതാണ്. പക്ഷേ അതിനു മുമ്പേ ഒത്തിരി പേരെ കൊന്നിട്ടാണ് പോകുന്നത്. ഒത്തിരി പേരെ കൊലക്കയറിന് തള്ളിയിട്ടിട്ടാണ് അവർ പോകാൻ നിൽക്കുന്നത്. ദൈവം കണക്ക് നോക്കി വരുമ്പോൾ നിൻ്റെ കയ്യിൽ കുറേ ആൾക്കാരെ തന്നു, എന്തോ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, യാക്കോബിന്റെ ലേഖനം 3:1, അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശികളാകരുത്. ആമേൻ. ദൈവവചനം എത്ര മനോഹരമാണ്.
പ്രിയമുള്ളവരെ വായിക്ക്, പഠിക്ക്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അതുകൊണ്ട് സൂക്ഷിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പറയുമ്പോഴും വളരെ അത് പഠിച്ചിട്ട് വേണം പറയാൻ. വല്ലതൊക്കെ വിളിച്ച് പറയുന്നതല്ല സുവിശേഷം. സുവിശേഷം എങ്ങനെ പറയണം പാസ്റ്ററോട് ചോദിച്ച് പഠിക്കുക. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പാസ്റ്ററോട് ചോദിച്ച് പഠിച്ച്. സഭയുടെ അടിസ്ഥാനങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സഭ എന്നുള്ളത് ഒത്തിരി കാര്യം പഠിക്കാം. വേണമെങ്കിൽ വായിച്ചാട്ടെ. 1 തീമോഥെയോസ് 3:15 വാക്യം ഒന്ന് വായിച്ചാൽ. 1 തീമോഥെയോസ് 3:15 വാക്യം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന്. ദൈവാലയം, ദൈവത്തിന്റെ വീട്, സത്യത്തിന് തൂണും അടിസ്ഥാനവുമായിരിക്കണം. സഭ അതാ സഭ. സത്യത്തിന് തൂണും അടിസ്ഥാനവുമായിരിക്കണം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാ. സഭയ്ക്കകത്ത് സത്യമില്ലല്ലോ. സൂക്ഷിച്ചു കൊള്ളുക, ചതിക്കപ്പെടരുത്. യേശു വരാറായി. ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം മാറും. ഇന്ന് കാണുന്നതെല്ലാം മാറും. മാറാത്തത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം പറയുന്നു യേശു വരും, യേശു വരും, യേശു വരാറായി. ഒരുങ്ങിക്കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.